ഈ സമുദായത്തെ മുഴുവൻ കാഫിറാക്കിയ വഹാബികൾ കാഫിറാക്കിയ ഇമാമിങ്ങൾ എന്ന വിഷയത്തിൽ ഉള്ള ഗ്രന്ഥരചന. ഞാൻ ആ ഇമാമിങ്ങൾ എന്നിങ്ങനെ വായിക്കാം. ഏത് ഇമാമിങ്ങൾ? അശ്അരി ഇമാമിങ്ങൾ. അതായത് അബുൽ ഹസൻ അശ്അരിക്കും പേച്ചു, അശ്അരി ഇമാമിങ്ങൾക്കും പേച്ചു. അപ്പൊ അശായിറത്ത് അതിന്റെ മൗമുഅമ്മളൊക്കെ വലിയ ഇമാമിന് പേച്ചു. കബീറുഹും ഇവിടെ പറഞ്ഞ കബീറും ഒരു വലിയവർക്കും പേച്ചു, ബാക്കിയുള്ള ഇമാമിങ്ങൾക്കും പേച്ചു. ഈ പേച്ച ഇമാമിങ്ങള് കാഫിറായ ഇമാമിങ്ങൾ ആരൊക്കെയെന്ന് നിങ്ങളൊന്ന് ശരിക്കും ഇരുന്ന് കേട്ടോളി, ലെവലായി ഇരുന്നോളി. ഒരു മിനിറ്റോണ്ടത് തീരൂല. ആരൊക്കെയാണ്? ഫമിൻ അഹ്ലി തഫ്സീരി, തഫ്സീറിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിലെ അശ്അരിയായ ഇമാമിങ്ങൾ ആരാ? അതായത് തഫ്സീറിന്റെ ഇമാമിങ്ങളും അശ്അരിയാക്കളുണ്ട്, ഹദീസിന്റെ ഇമാമികളും അശ്അരിയാക്കളുണ്ട്, ഫിഖ്ഹിന്റെ ഇമാമികളും അശ്അരിയാക്കളുണ്ട്. അപ്പോൾ തന്നെ ഹനഫിയത്തുണ്ട്, മാലിക് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നഹ്വിന്റെ ഇമാമിങ്ങളുണ്ട്, ലുഗത്തിന്റെ ഇമാമിങ്ങളുണ്ട്. ഇവരൊക്കെ ആരായിട്ടുണ്ട്? അശ്അരിയാക്കളുണ്ട്. ആ ഇമാമിങ്ങളൊക്കെ ആരാണ്? വഹാബി വീക്ഷണ പ്രകാരം ആരാണ്? കാഫിറാന്ന് ഇവർ എത്രോട്ട് പറഞ്ഞു. ഇനി ആ ഇമാമിങ്ങൾ ആരാണ്? തഫ്സീറിന്റെ അശ്അരിയായ ഇമാമിങ്ങൾ ആരൊക്കെ? ഒന്ന് സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തസത്തുരി. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പഠിച്ചോനെ. ഹിജ്റ 383 വഫാത്തായ തഫ്സീറിന്റെ ഇമാമിങ്ങളെ കൂട്ടത്തിൽ അശ്അരിയായ ഇമാമാണ് ആര്? ഹിജ്റ 383 വഫാത്തായ സഹീൽ ഇബ്നു അബ്ദുല്ലാഹി തസത്തുരി റളിയല്ലാഹു അൻഹു. വരെ വീക്ഷണ പ്രകാരം കാഫിറാണ്. പിന്നെ ആരാ? മഹാനായ ഇമാം സജ്ജാജ് റളിയല്ലാഹു അൻഹു, തഫ്സീറിന്റെ ഇമാമാണ് സജ്ജാജ് റളിയല്ലാഹു അൻഹു. അവർ 310 വഫാത്തായിട്ടുള്ളത്. ഹിജ്റ 310 വഫാത്തായ ഇമാം സജ്ജാജ് റളിയല്ലാഹു അൻഹു വഹാബി വീക്ഷണ പ്രകാരം അശ്അരിയാണ്, അതുകൊണ്ട് തന്നെ കാഫിറാണ്. ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അശ്അരിയാണ്. അശ്അരി ആയതൊക്കെ ആരാണ്? കാഫിറാണ്, പേച്ചോരാണ്. അവർ 360 വഫാത്ത്. ഇമാം തബറാനി ആരാണ്? ഇവർ ഈ അശായിറത്തൊക്കെ കാഫിറാന്ന് പറയുമ്പോ ആരാണ് ഈ അശായിറത്ത്? ഈയ്യോ എൻ്റെ പള്ളി പ്രസിഡന്റ് മാത്രമല്ല ചെങ്ങാതി, നമ്മളൊക്കെ നമുക്ക് തള്ളിപ്പോകാം, നമുക്ക് വിവരമില്ലല്ലോ എന്ന് വിചാരിക്കാം. ഇവിടെ ആരാണ് ഈ അശായിറത്ത് എന്ന് മനസ്സിലാക്കണം. അത് ഈ ലോകത്തെ എല്ലാ ഫന്നിലുണ്ട്. തഫ്സീറിൽ അശായിറത്തുണ്ട്, അയിമ്മത്ത്, ഹദീസിൽ അയിമ്മത്തുണ്ട് അശായിറത്ത്, ഫിഖ്ഹിൽ അശായിറത്ത് അയിമ്മത്തുണ്ട്. ഇവരൊക്കെ ആരാണ്? സഹീൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നെ അവനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇമാം തൊബ്രാനിക്ക് പേച്ചു എന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഹിജ്റ 373 വഫാത്തായ ഇമാം സമർഖന്ദി 373 വഫാത്ത്. ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഇബ്നു അബീ സംനൈനിൽ മാലികി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഇമാം മാവർദി എന്നാണ്, അബൂ സംനൈനിൽ മാലികി എന്നാണ്. അവര് ഹിജ്റ 399 വഫാത്തായ മഹാനാണ്. ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 450 വഫാത്തായ ഇമാം മാവർദി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ബഹുമാനപ്പെട്ട ഹിജ്റ 465 വഫാത്തായ ഇമാം ഖുശൈരി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. റിസാലത്തുൽ ഖുശൈരി എഴുതിയ ഇമാം ഖുശൈരി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. കാരണം എന്താ? അശായിറത്തിൽപ്പെട്ട ആളാണ്. അശായിറത്തൊക്കെ കാഫിറാണ്. ഒന്നും അഹ്ലു സുന്നയല്ല, ഒക്കെ നരകത്തിൽ പോകാനുള്ളതാണ്. നിങ്ങൾ ഈ കുറച്ച് ആളുകൾ എന്താ ഈ സ്വർഗം കാട്ടിക്കൂട്ടാവോ? അർദുഹ സമാവാത്തു വൽ അർദു, ആകാശഭൂമികൾ കൂട്ടിവെച്ച അത്ര അതിന് വീതി തന്നെ ഉണ്ട്. ഈ സ്വർഗത്തിൽ നിങ്ങൾ ഈ 10-12 ആൾ പോയാൽ നിങ്ങൾ കുറച്ച് ആളുകളാണല്ലോ. ഈ AD 1744 ശേഷം മുഹമ്മദ് ബിൻ സഊദുമായി ബൈഅത്ത് ചെയ്ത് വന്ന വഹാബികളാണല്ലോ ഇപ്പോൾ വഹാബികൾ. ഇതിന് ശേഷം ഉണ്ടായത വഹാബികൾ. അതിനെ ഒരു നൂറ്റാണ്ടുകൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് പിന്നെയും തുടങ്ങിയതാണ്. നിങ്ങൾ മാത്രമാണ് എന്ത് സ്വർഗത്തിൽ ഉണ്ടാകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവുന്ന എനിക്ക് അഭിപ്രായം. നിങ്ങൾ ഈ 10 ആൾക്ക് വേണ്ടി എന്തിനെ പഠിച്ചത്ര വലിയൊരു സ്വർഗം ഉണ്ടാക്കിയത്? ഹിജ്റ 425 വഫാത്തായ ഇമാം ഖുശൈരി അശ്അരിയാണ്. അശ്അരി എല്ലാം കാഫിറാണ്. ഹിജ്റ 468 വഫാത്തായ അൽ വാഹിദ് നിസാബൂരി അശ്അരിയാണ്. അപ്പോൾ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. പിന്നെയോ ഹിജ്റ 489 വഫാത്തായ അബുൽ മുളഫർ സമഅനി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. താജുൽ ഖുറാ മഹ്മൂദ് ഇബ്നു ഹംസ ഇബ്നു നദർ അബുൽ ഖാസിം ബുർഹാനുദ്ദീൻ അൽ കിർമാനി ഹിജ്റ 505 വഫാത്തായ ആ മഹാൻ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 516 വഫാത്തായ ഇമാം ബഗ്വി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 542 വഫാത്തായ ഇബ്നു അത്യ്യ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 543
വഫാത്തായ ഷെയ്ഖുൽ അക്ബർ ഇബ്നു അറബി ഇവർ വീക്ഷണത്തിൽ കാഫിറാന്നല്ല. ഇബ്നു അറബി തങ്ങളെ കാഫിറാക്കിയിട്ട് എത്ര കിതാബ വഹാബി എഴുതിന് കയ്യും കണക്കുയില്ല. പിന്നീട് ഞാൻ വായിക്കാം, കാഫിറാണ്. ഹിജ്റ 597 വഫാത്തായ ഇബ്നുൽ ജൗസി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 606 വഫാത്തായ ഇമാം റാസി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഞാൻ പിന്നീട് പറയാ, അവിടെ വെക്കുക. ഞാൻ പറയണ്ട, നെസ്സൻ എഴുതി വെച്ചിട്ടുണ്ട് കാഫിർ. ആരെ പറ്റി? റാസി ഇമാമിനെ പറ്റി. അല്ലാഹുവേ, ആര് വലിയ തലതൊട്ടപ്പന്മാര്. അബ്ദുൽ വഹാബിന്റെ കാലം മുതൽ ഇക്കാലം വരെയുള്ള വഹാബി നേതാക്കന്മാർ എഴുതിച്ചിട്ടുണ്ട് റാസി ഗഫറാണ്. റളിയല്ലാഹു അൻഹു. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഹിക്കായത്തൻ യാ റബ്ബി. ഇമാം ബൈളാവി ഹിജ്റ 685 വഫാത്തായ ഇമാം ബൈളാവി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 671 വഫാത്തായ ഇമാം ഖുർത്തുബി ജാമിഅ അഹ്കാമിൽ ഖുർആന്റെ മുസന്നിഫായ ഇമാം ഖുർത്തുബി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 710 വഫാത്തായ ഇമാം നസഫി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 741 വഫാത്തായ ഇമാം ഖാസിൻ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 745 വഫാത്തായ അബു ഹയ്യാൻ ഇൻദുനിസി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 775 വഫാത്തായ ഇബ്നു ആദിൽ ഹംബലി ദിമശ്ക് നുഅ്മാനി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 794 വഫാത്തായ ഇമാം സർകശി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഇമാം ഹിജ്റ 817 വഫാത്തായ ഇമാം ഫൈറൂസാബാദി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 833 വഫാത്തായ ഇമാം ജസ്രി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഖിറാഅത്തിന്റെ ഇമാമാണ് ആര്? ഇമാം ജസ്രി. പക്ഷേ അശ്അരിയാണ്. ഹിജ്റ 850 വഫാത്തായ നിലാമുദ്ദീൻ ഹസൻ ഇബ്നു മുഹമ്മദ് ഹുസൈൻ അൽ ഖമ്മി നിസബുരി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 864 വഫാത്തായ ഇമാം മഹല്ലി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 875 വഫാത്തായ ഇമാം തആലിബി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 885 വഫാത്തായ ഇമാം ബിഖായി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 905 വഫാത്തായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഈജി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 911 വഫാത്തായ ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. പലരും ഇതിൽ തന്നെ വേറെ കിതാബ് വേറെ എഴുതിയിട്ടുണ്ട്, കാണിച്ചിരുന്നു, ഒക്കെ കാണിച്ചു. കാരണം ഇവരൊക്കെ അശ്അരികളാണ്. ഹിജ്റ 982 വഫാത്തായ ആരാ? ഇമാം സുയൂത്തി ഒക്കെ ഞങ്ങൾ വിചാരിച്ചേ. ഇമാം സുയൂത്തി തങ്ങളെയൊക്കെ ദീനെന്നാണ് വെട്ടിയാൽ പിന്നെ എന്താടാ ദീന്? പിന്നെ എന്ത് ദീൻ? ഹിജ്റ 982 വഫാത്തായ ഇമാം അബൂ സഊദ് ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1069 വഫാത്തായ ശിഹാബുൽ ഖഫാജി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1122 വഫാത്തായ ഇമാം സുർഖാനി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1127 വഫാത്തായ ഇസ്മായിലുൽ ഹഖ് ബറൂസവി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1204 വഫാത്തായ ഇമാം ജമൽ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1224 വഫാത്തായ ഇബ്നു അജീബ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1241 വഫാത്തായ ഇമാം സോവി ഖൽവത്തി ത്വരീഖത്തിന്റെ ശൈഖായ ഇമാം റാസി ഇമാം സ്വാബി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1270 വഫാത്തായ അല്ലാമ അലൂസി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 1371 വഫാത്തായ ഇമാം മറാഖി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ആരിൽ? മുഫസ്സിരീങ്ങളിൽ. ഇനി മുഹദ്ദിസീങ്ങൾ ഞാൻ വേറെ പറയാം. ഖുർആൻ ലോകത്ത് തഫ്സീർ ചെയ്ത ഇമാമിങ്ങളെല്ലാം കാഫിറാണ്. അവന് പിന്നെന്താ? പിന്നെ കാഫിർ അല്ലാത്ത ഒരാളുണ്ട്. ആര്? ഖുർആൻ വ്യാഖ്യാനം എഴുതിയ മുഹമ്മദ് അബ്ദുൽ റഷീദ് റിദ്വാൻ. അയാളോ? അയാളാരാ? അയാൾ മാസോണിയ എന്ന് വരാൻ എഴുതി വെച്ചിട്ടുണ്ട്. അയാളെ കിതാബാണ് തഫ്സീറുൽ മനാർ. അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേരളത്തിൽ അവരുടെ മാസികക്ക് അൽമനാർ എന്ന് പേരിട്ട്. അയാൾ ആരാ? അയാൾ മാസോണിയ. ഈ മാമികളോ അള്ളാന്റെ ദീനിന്റെ ഹക്കിന്റെ അധികാര അവരൊക്കെ കാഫിറ. മാസോണി മൂമിനാണ്. അൽ ഇമാമുൽ കബീറായ ഫി അഹ്ലി സുന്ന ഇമാമുൽ അശ്അരി
ലായിലായില്ല പെച്ചാളാന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അവരാരെയും പറയാൻ പറ്റാത്ത. ഞാൻ അവരോട് പറഞ്ഞില്ലേ, മുത്ത് റസൂലുള്ള കാഫിറാണെന്ന് അവര് എഴുതിയത് കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഹബീബായ റസൂലുള്ള ഒന്നും കൂടി ഹയാത്തായി വന്നാൽ ഇവർ പറയും മുസ്ലിങ്ങൾ ഞങ്ങളാണ്, മുസ്ലിം അല്ല. മുത്തുനബിയോടും പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവര് ഇനിയോ ഇനി വമിൻ ശുറാഹിൽ ഹദീഥി, ഹദീഥിന്റെ ശാരിഹ്യങ്ങൾ മനസ്സിലായില്ലേ? മുഹദ്ദിഥീങ്ങളെ കൂട്ടത്തില് ആരൊക്കെയാ? ഹിജ്റ 300. ഞാൻ ഇപ്പൊ മുഫസ്സിരീങ്ങളെ പറഞ്ഞു. ചിലപ്പോൾ മുഫസ്സിരീങ്ങൾ മുഹദ്ദിഥായിട്ടും വരും. ഞാൻ അങ്ങനെ എണ്ണി പറയും. ലോകം കണ്ട മുഫസ്സിരീങ്ങൾ ഇത് കുറച്ചാളേ ഉള്ളൂ. ഇവരൊക്കെ കഫർ, ഒക്കെ അശ്അരികളാ. അശ്അരികൾ മുഴുവനും ആരാ? ഇനി ആരാ മുഹദ്ദിഥീങ്ങളിൽ കഫറാകൾ? ആരാ? ഒന്ന് ഇമാം ഖത്താബി, ഹിജ്റ 388. അവരാരാ? അശ്അരിയ. അപ്പൊ ഇവരെ വീക്ഷണത്തിൽ കാഫിറ. ഇമാം ഹാക്കിമുൻ നൈസബൂരി, ഹിജ്റ 405 വഫാത്ത്. ഹാക്കിമുൻ നൈസബൂരി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തിനാ ഇവിടെ ഇരിക്കണേ? ഹാക്കിമുൻ നൈസബൂരിന്റെ പേര് കേട്ടിട്ട്, ഇമാം ഖത്താബിയുടെ പേരൊക്കെ കേട്ടിട്ട് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് എന്തിനാണ് നാവ്? മഹാനായ ഹാക്കിമുൻ നൈസബൂരി വഹാബികളുടെ വീക്ഷണത്തിൽ കാഫിറാണ്. എന്നാ വഫാത്ത്? ഹിജ്റ 405. ഹിജ്റ 406 വഫാത്തായ ഇബ്നു ഫുറഖ് ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 430 വഫാത്തായ അബൂ നുഐം ഇസ്ഫഹാനി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 449 വഫാത്തായ ഇബ്നു ബത്വാൽ റളിയല്ലാഹു അൻഹു ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 458 വഫാത്തായ ഇമാം ബൈഹഖി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. കശാരികളാണ്. ഹിജ്റ 463 വഫാത്തായ ഖതീബുൽ ബഗ്ദാദി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 536 വഫാത്തായ ഇമാം മാസിരി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 544 വഫാത്തായ ബഹുമാനപ്പെട്ട മാദിഹുർ റസൂലായ ഖാലി ഇയാൽ റളിയല്ലാഹു അൻഹു ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. എന്തുകൊണ്ട്? ഒക്കെ ഉലമാ അൽ അശായിറ, അശ്അരി ത്വരീഖത്തിലെ വലിയ വലിയ കൊടികുത്തിയ മഹാന്മാരാണ് അവരെല്ലാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പടച്ചോനെ, ഹിക്കായത്തൻ പറയേണ്ടി വരികയാണ്. നേരത്തെ ഇവിടെ വായിച്ച ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു ഹിജ്റ 571 വഫാത്തായ ഇബ്നു അസാക്കിർ ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 601 വഫാത്തായ ഇമാം മുൻദിരി ഇവരുടെ വീക്ഷണത്തിൽ കാഫിറാണ്. മുഹമ്മദ് ബിൻ സഈദ് ഇബ്നു യഹ്യ അൽ-വാസിതി ഹിജ്റ 637 വഫാത്തായ മഹാനവർകൾ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 643 വഫാത്തായ ഇബ്നു സ്വലാഹ് ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 656 വഫാത്തായ അബുൽ അബ്ബാസ് ഖുർത്തുബി ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഹിജ്റ 660 വഫാത്തായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം സുൽത്താനുൽ ഉലമാ ഇവരെ വീക്ഷണത്തിൽ കാഫിറാണ്. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം സുൽത്താനുൽ ഉലമാ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. ഈ വഹാബികൾ ഗാഫറാക്കുന്നത് മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്. നിസ്കരിക്കുന്ന ആളല്ലേ നോമ്പ്? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്സുൻ, അവർ